ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു വാഴയ്ക്ക കറി തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വാഴയ്ക്ക ഒന്ന് വേവിച്ചെടുക്കണം. 2 വാഴയ്ക്കാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള വെള്ളത്തിലേക്ക് വേണം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴയ്ക്ക ചേർക്കാനായിട്ട്. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെന്തിട്ടും. കുറച്ചൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും തൊലിയുടെ നിറമൊക്കെ ഒന്ന് മാറി ഒരു കറുത്ത കളറാവും. ഈ സമയമാകുമ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും എടുത്ത് മാറ്റാവുന്നതാണ്. ഇതിപ്പോൾ ഒന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തൊലി ആവശ്യമില്ല, അത് കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വിടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഒരു ഫോക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ വാഴയ്ക്ക മുഴുവനായിട്ട് വെന്തിട്ടില്ല, ഒരു 1/4 ഭാഗത്തോളം മാത്രമേ വെന്തിട്ടുള്ളൂ. പരുവത്തിൽ മാത്രം വേവിച്ചെടുത്താൽ മതി. 1/4 ഭാഗത്തോളം വേവിച്ചെടുക്കുക. ഇനി ചെറിയ പീസായിട്ട് നമുക്കിതുപോലെ ഫോക്ക് വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് വേണ്ട അരപ്പും കൂടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് വേണം. ഇത് 2ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം. കൂടെ തന്നെ 6 ചെറിയുള്ളി ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴേക്കും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ചൂടാൻ ശേഷം ആവശ്യത്തിന് കടുക് ചേർക്കാം. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കരിവേപ്പില ചേർക്കാം. ഇനി ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ്, അതും കൂടി ചേർക്കാം. ഇനിയിപ്പോൾ ചെറിയുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള ഉപയോഗിക്കാം. പക്ഷേ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി ചേർക്കുന്നതായിരിക്കും നല്ലത്, നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു 3 വറ്റൽ മുളകും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കുക. സവാളയാണ് എടുക്കുന്നതെങ്കിൽ ഒരു മീഡിയം സൈസായിട്ടുള്ള ഒരു സവാള മതിയാവും. സവാള കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉള്ളി അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അരപ്പിൽ ചേർത്തതാണ്, എന്നാൽ പോലും കുറച്ച് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരപ്പും കൂടി ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങ എത്ര തന്നെ മതിയാവും കേട്ടോ, ഒരു 1/2 കപ്പ് തന്നെ മതിയാവും, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണം. അപ്പോൾ കറി എത്രയാണോ, കറിക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. പക്ഷേ വെള്ളം കൂടിപ്പോരുത്, ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് പോരാൻ തോന്നിയാൽ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന വാഴയ്ക്കയും കൂടി ചേർക്കുക. ഇതിപ്പോൾ ഒരു 1/4 ഭാഗത്തോളം മാത്രമാണ് വെന്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പോൾ അത് ഈ കറി കിടന്ന് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. മാത്രമല്ല കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിക്കും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വയ്ക്കാം. അപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റായി നമ്മൾ വെച്ചിട്ട് കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് തൈരാണ് ചേർക്കുന്നത്. 1/2 കപ്പോളം തൈരും കൂടി ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം തൈര് ചേർക്കാം. അധികം പുളിയില്ലാത്ത തൈര് ചേർക്കുന്നതായിരിക്കും നല്ലത്. 1/2 മുതൽ 1/4 കപ്പ് വരെ തൈര് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കറി ഒരുപാട് ലൂസാക്കാതെ കുറച്ചൊരു കട്ടിയിൽ ഈ ഒരു പരുവത്തിലാക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടി ലൂസാക്കി വേണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അരപ്പ് ചേർത്ത സമയത്ത് തന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതിയാവും. ഇനി ഇതൊന്ന് ചൂടായാൽ മാത്രം മതി, നമ്മുടെ കറി റെഡി ആയിരിക്കും. തൈര് ചേർത്തതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടാക്കി കിട്ടിയാൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാവുന്നതാണ്. റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഇള വന്ന് തുടങ്ങിയിട്ടുണ്ട്, കാണാൻ പറ്റും. ഇത്രയും മതി. നമുക്കിനി സ്റ്റവ് ഓഫ് ആക്കാം. ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വാഴയ്ക്ക കറിയാണിത്. ചോറിന് കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്